കുറെ നാളായി നീ പറയുന്നു നിന്റെ കൂടെ ഞാനെങ്ങും വരുന്നില്ല. ദാ ഇന്ന് ഫുൾ ഫ്രീ ആണ്, എവിടെ വേണേലും പാ. ചുമ്മാ പറയുന്നല്ലേ. അങ്ങനെ വല്ല സിനിമയ്ക്കും കേറി ഇരിക്കുമ്പോ തന്നെ നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും. അവിടെ കൊലപാതകം നടക്കുന്നു, അല്ലെങ്കിൽ വല്ല പീഡനമോ കത്തിക്കുത്തോ അങ്ങനെ എന്തെങ്കിലും. നിങ്ങൾ അപ്പ തന്നെ പൊടിയും തട്ടി പോവുകയും ചെയ്യും. ഞാൻ ചുമ്മാ ടെൻഷൻ അടിച്ചിട്ട് രാത്രി വല്ല വണ്ടിയിലും കേറി ഇങ്ങോട്ട് പോരേണ്ടിയും വരും. എനിക്ക് വയ്യ. ഹലോ, അതെ CI ഷിജു ആണ്. ആരാണ്? സാർ എന്നെ രക്ഷിക്കണം. അയ്യോ, രക്ഷിക്കാൻ ഞാൻ ദൈവമാണോ? താൻ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ പാറമടയിലെ കോൺട്രാക്ടർ ഉണ്ണിക്കുഞ്ഞ സാറേ. ആഹാ, ഇതാരും ഉണ്ണിക്കുഞ്ഞു മുതലാളിയോ? നമസ്കാരം. എന്തോണ്ട് പാറമട വിശേഷങ്ങൾ? വല്ല പുരോഗതി ഉണ്ടോടോ? അയ്യോ, അതൊക്കെ പോയി സാറേ. ഹൈക്കോടതിയിൽ നിന്ന് നിരോധന ഉത്തരവ് വന്നിരിക്കുക. നാളെ തൊട്ടേ ഖനനം നിരോധിച്ചിരിക്കുക. എന്തോന്ന് ഖനനം? നിങ്ങൾ അവിടെ എന്തോ സ്വർണം കുടിച്ചെടുക്കുവാണോ? ദേ മനുഷ്യ, നിങ്ങൾ ഫോൺ വെക്കുന്നുണ്ടോ? ഇപ്പൊ തന്നെ ലേറ്റായി. നീ ഒന്നടങ്ങ്. എന്തോ നടങ്ങാനാ സാറേ, എനിക്കാകെ ടെൻഷനാ. അയ്യോ, ഞാൻ തന്നോട് പറഞ്ഞല്ല, ഇവിടെ ഒരു ഭദ്രകാളി നിപ്പുണ്ട്, അവളോട് പറഞ്ഞതാ. നീ എന്ത് പണിയാടി കാണിച്ചത്? 10,000 രൂപ വിലയുള്ള സ്മാർട്ട് ഫോണാ അത്. ഭദ്രകാളി എന്ന് വിളിച്ചാൽ ഞാൻ ഇനിയും ചെയ്യും. എന്റെ പേര് കാളിയമ്മ. സമാധാനമായി. ആ ഉണ്ണി, എന്റെ ചെവി പോയല്ലോ സാറേ. അവിടെ എന്നതാ പ്രശ്നം? ഓ, ഇവിടെ ചെറുതായിട്ടൊരു ഭൂമി കുലുക്കം. അയ്യോ, ആണോ സാറേ? സത്യമാണോ സാറേ? ചുമ്മാ പറഞ്ഞാടൂ. താനിപ്പോ വിളിച്ചെന്റെ കാര്യം പറ. അയ്യോ സാറേ, ഒരു പരിസ്ഥിതിക്കാരൻ തെണ്ടി കൊടുത്ത കേസിന്റെ പേരിലാ ഈ കോടതി വിധി. വിധി പ്രകാരം ഇതൊക്കെ അടച്ചിട്ടാ എനിക്ക് ലക്ഷങ്ങളുടെ കടമാ സാറേ വരുന്നേ. സാർ എന്നെ രക്ഷിക്കണം. എടോ, ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാ മതി. തൽക്കാലം സാർ ഇല്ലാത്ത ഏതെങ്കിലും കേസിൽ കുടുക്കി ആ തെണ്ടിയെ ഒന്ന് ജയിലിൽ കയറ്റണം. എടോ, അതൊക്കെ മോശമല്ലേടൂ. പരിസ്ഥിതി പ്രശ്നം കാരണമാണ് മഴ പെയ്യാത്തതെന്ന് ഈയിടെ പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ വല്ലപ്പോഴും കൂട് പോലെ മുളയ്ക്കുന്ന ഈ പരിസ്ഥിതി പ്രവർത്തകരെ പിടിച്ച് ജയിലിലിട്ടാൽ മഴ പെയ്തില്ല പിന്നെ എന്ത് ചെയ്യടോ? താൻ പറ, നമുക്ക് വെള്ളം കുടിക്കണ്ടേ? ഓ എന്റെ സാറേ, ജയിലിൽ കയറ്റിയില്ലെങ്കിൽ അവൻ കോടതി വിധിയും കാണിച്ചുകൊണ്ട് കുറെ അലവലാദികളെ പിടിച്ചുകൊണ്ട് വന്ന് പാറമടയിൽ പ്രശ്നം ഉണ്ടാക്കും. അതാ സാറേ ഞാൻ പറയുന്നത്. ആ, നോക്കട്ടെ. എന്താ അവന്റെ പേര്? കോണിച്ചിറ കണ്ണൻ. ആ, എങ്കിൽ അവന്റെ കോണിച്ചിറ ഞാൻ തകർക്കുമെന്ന് അവനോട് പറഞ്ഞേരെ. നമസ്കാരം സർ. എന്തുവാടേ, ചെടി കച്ചവടത്തിന് വന്നതാണോ? ഹേയ്, ഇത് പൂമരമാണ് സർ. ഓ, കപ്പലുണ്ടാക്കാൻ വന്നതായിരിക്കും. ഞാൻ പുറകെ 10-40 ആളും ഉണ്ടോ? അയ്യോ സാറേ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എവിടെ പോയാലും ഈ തൈകളും കൊണ്ടാണ് നടക്കുന്നത്. അല്ല, സത്യത്തിൽ നിനക്ക് വട്ടുണ്ടോടേ? എന്റെ പൊന്ന് സാറേ, ഞാൻ പരിസ്ഥിതി പ്രവർത്തകൻ കോണിച്ചിറ കണ്ണനാണ്. അയ്യോ, പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. അല്ല, തന്നെയല്ലേ ഏതോ കുന്നിടിക്കുന്നവന്മാര് ലോറി കയറ്റി വഴി കൊണ്ട് കളഞ്ഞേ? ഓ, ഈ പത്രക്കാരന്മാരെ കൊണ്ട് ഞാനങ്ങ് തോറ്റു. അത് മണലുകാരാണ് സാറേ എറിഞ്ഞത്. പത്രക്കാരന്മാര് കുന്നിടിക്കുന്നവന്മാരെന്നാണ് എഴുതിയത്. പക്ഷെ ഈ കുന്നിടിക്കുന്നവന്മാര് എന്റെ വീടിന് തീ വെക്കുകയാണല്ലോ ചെയ്തത്. എറിഞ്ഞത് മണലുകാരാ. അയ്യോ, കോണിച്ചിറ സാറല്ലേ? ഞാനൊന്ന് കാണാൻ നിൽക്കുവായിരുന്നു. ആണോ? എന്താ പ്രശ്നം? അയ്യോ, പ്രശ്നമൊന്നുമില്ല. സാറിനെ ഒന്ന് പരിചയപ്പെടാനാ. എപ്പോഴും പത്രങ്ങളിൽ വായിച്ച് ഈ ഫേസും പേരും ഒക്കെ അങ്ങ് ബൈഹാട്ടാ. പിന്നെ പ്രസന്നൻ ചേട്ടനും പറഞ്ഞു സാറിനെ ഒന്ന് കാണണമെന്ന്. അല്ല, ആരാ ഈ പ്രസന്നൻ? മണൽ ലോറിയിലെ വല്ല ഡ്രൈവറും ആണോ? അതല്ല, നമ്മുടെ ഷീല മേഡത്തിന്റെ ഹസ്ബൻഡാ. പുള്ളിക്ക് കോണിച്ചിറ സാറെന്ന് പറഞ്ഞ അങ്ങ് ജീവനാന്നേ. ആണോ? അയ്യോ, ഈ പത്രക്കാര് പറയുന്നത് പോലൊന്നും അല്ല. നമ്മളൊരു സാധാരണക്കാരനാണ്. അയ്യോ, അതല്ല സാറേ. സാറിന്റെ ജീവന ഭീഷണിയില്ലേ? സാറിന്റെ വീടിന് ഭീഷണിയില്ലേ? പിന്നെ ഇതിനിടയിൽ എന്റെ വീടാണെന്നും പറഞ്ഞ് എന്റെ പെങ്ങടെ വീടാണ് അമ്മ എറിഞ്ഞു തീർത്തത്. അപ്പൊ അതാ ഞങ്ങള് സാറിനെ കാണാൻ വരാൻ കാരണം. മനസ്സിലായില്ല. അയ്യോ, ഇതിലിപ്പോ മനസ്സിലാക്കാവുന്നില്ല. ഷീല മേഡത്തിന്റെ ഹസ്ബൻഡ് വലിയൊരു ഇൻഷുറൻസ് ഏജന്റാ. ഇനി ഇപ്പൊ പോളിസി ചേർന്ന സാറിന് പിന്നൊന്നും പേടിക്കണ്ടല്ലോ. പുതിയ വീടിന്റെ കാശ് ഇൻഷുറൻസുകാർ കൊണ്ടുവന്ന് തരുമല്ലോ. പിന്നെ ആളങ്ങ് തട്ടിപ്പോയി കഴിഞ്ഞാ മറ്റൊരു കോണിച്ചിറയെ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് തരും ഈ കമ്പനി. അയ്യോ, ക്ഷമിക്കണം, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഞാനും ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. അവന്റെ ഒരു പരിസ്ഥിതി. പ്രസന്നേട്ടൻ അന്നേ പറഞ്ഞതാ ഇവൻ ആരുടെയെങ്കിലും തല്ലുകൊണ്ട് ചാവുമെന്ന്. അപ്പൊ ചുമ്മാ അല്ല താൻ നാട്ടുകാരെ കൊണ്ട് വീടിന് കല്ലെറിയിക്കുന്നത്. കമ്പനിയിൽ നിന്നും കാശടിച്ചു മാറ്റാനാണെന്ന് പറഞ്ഞ് കമ്പനിയിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. നോക്കിക്കോ. ഇതെന്താ ഈ പറയുന്നത്? അതെ,
CI നിന്നെ നേരത്തെ അന്വേഷിക്കുന്നുണ്ട്. ആഹാ, ചെല്ല്, ചെല്ല്. വാ പോവാം. കേട്ടില്ലല്ലേ ഷീല? എന്തായാലും അങ്ങേരോട് സാർ ചൂടായത് ഒട്ടും ശരിയായില്ല. അയ്യോടി, എനിക്കേ മൂക്കിൻ തുമ്പത്താ കോപം. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണ് കാണത്തില്ല. പെട്ടെന്നങ്ങ് പോവുകയും ചെയ്യും. സർ, ആ സാറേ, ഇതാണ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകൻ കോണിച്ചിറ. അത് പിന്നെ പ്രത്യേകം പറയാനുണ്ടോ? ആള് ഫേമസ് അല്ലേ? അല്ലേ കള്ളിച്ചിറേ? അയ്യോ, കള്ളിച്ചിറ അല്ല സാറേ, കോണിച്ചിറ. ആ കോണിയായാലും കള്ളിയായാലും അതിൽ ചിറയുണ്ടല്ലോ. തൽക്കാലം തോട്ടിലെ വെള്ളം കെട്ടി നിർത്താൻ ഏതേലും ഒരു ചിറ പോരെ? അല്ലേടോ? അതെ സാർ. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞാനിപ്പോ ഫ്രീ ആണ് സാർ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. താൻ കൂടുതൽ സമയം ഇവിടെ നിന്നാ എനിക്കത് പണിയാകും. താൻ വിട്ടോ സാർ, വിട്ടോ വിട്ടോ. പോട്ടെ. എന്റെ കള്ളിച്ചിറേ, തനിക്ക് ഈ ജ്യോത്സ്യത്തിനോടോ ആത്മീയതയോടോ വല്ല വിശ്വാസം ഉണ്ടോടോ? അയ്യോ ഇല്ല സാറേ, ഒക്കെ തട്ടിപ്പല്ലേ. എടോ, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. തനിക്കിപ്പം നല്ല സമയമല്ലേ? തനിക്കൊക്കെ എന്തിന്റെ കേടാടോ? ആ പാവം ഉണ്ണിക്കുഞ്ഞ് പാറ പൊട്ടിച്ച് 10 കാശുണ്ടാക്കുമ്പം തനിക്കൊക്കെ ക്രിമികടിയാണല്ലേ? താൻ ചുമ്മാതെ ഹൈക്കോടതിയിലൊക്കെ ചെന്ന് സ്റ്റേ ഓർഡറൊക്കെ വാങ്ങിക്കാൻ അവൻ നിന്നോട് എന്ത് തെറ്റാടോ ചെയ്തത്? എന്റെ സാറേ, ചെങ്കൽ കുന്നുകൾക്കുള്ളിലാ ഭൂമിയിൽ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്നത്. അയ്യോ, കുന്നും പാറയൊക്കെ പോയാ ഭൂമിയിൽ വെള്ളമില്ലാതാവും. എന്റെ കള്ളിച്ചിറേ, തനിക്ക് മാത്രം എന്താടോ ഇക്കാര്യത്തിൽ ഇത്ര ആദി? മഴ പെയ്തില്ലെങ്കിൽ തനിക്ക് മാത്രമല്ലല്ലോ നഷ്ടം. താൻ ചുമ്മാതെ കളിക്കാതെ ആ പാവത്തിനെ പാറ പൊട്ടിക്കാൻ സമ്മതിക്കണം. അയ്യോ, അത് പറ്റില്ല സാറേ. എങ്കിൽ നിന്റെ പരിസ്ഥിതിയൊക്കെ ഇപ്പൊ ഞാൻ ക്ലിയർ ആക്കി തരാം. ദാ ഇതൊന്ന് വായിച്ചു നോക്ക്. സാർ, പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കോണിച്ചിറ കണ്ണൻ ചന്ദനത്തടി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ്. പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ മറവിൽ കാടുകളിൽ കറങ്ങി ചന്ദനം കണ്ടുവെക്കുകയും കടത്തുകയുമാണ് ഇയാളുടെ ജോലി. താങ്കൾ അന്വേഷിച്ച് അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അയ്യോ സാർ, ഇത് കള്ളപ്പരാതിയാണ് സാർ. പരാതിയൊക്കെ കള്ളത്തരമാണ് കള്ളിച്ചറേ. ഓ സോറി പോണിച്ചറേ. പക്ഷെ എന്തോന്ന് കാര്യം? ഇപ്പൊ ചാനലുകാർ വരുമല്ലോ, അപ്പൊ എനിക്ക് എന്തോന്ന് അവരോട് പറയാൻ കഴിയും? ചാനലുകാരോ? ആ അയ്യോ സാറേ, എന്താ കാര്യം? ചാനലുകാർ വെറുതെ വരുന്നല്ലോ. അതായത് ചന്ദനത്തടി കണ്ടെടുത്ത ഫോറസ്റ്റുകാരുടെ ഒപ്പമാണ് അവർ വരുന്നത്. അയ്യോ സാറേ, എന്റെ വീട്ടില് അമ്പലത്തിലെ ചന്ദനക്കുറി പോലും ഇല്ല. ഞാനൊരു പാവോ സാറേ. എന്റെ കോണിച്ചിറേ, ഉണ്ണിക്കുഞ്ഞ് വിചാരിച്ച തന്റെ വീട് മുഴുവൻ ചന്ദനം മുളപ്പിക്കാനും ഫോറസ്റ്റുകാരെ വരച്ചിക്കാനും വല്ല പാടും കൊണ്ടോടൂ. ഇത് ചതിയാ സാറേ. സാർ എന്നെ ചതിക്കുക. എല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുക. പാട്ടി എന്തെങ്കിലും കേട്ടോണ്ട് വന്ന് ചൂടാവുന്നടാ കൊള്ള തീരുമാനി. ഒരു പരിസ്ഥിതിക്കാരൻ വന്നേക്കുന്നു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ കോണിച്ചിറ കണ്ണനെ ചന്ദനക്കടത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ലക്ഷക്കണക്കിന് രൂപയുടെ ചന്ദനത്തടികളാണ് കോണിച്ചിറയുടെ വീടിന്റെ പിറകിലെ ഷെഡിൽ വെച്ച് ഫോറസ്റ്റുകാരും പോലീസുകാരും കണ്ടെടുത്തത്. പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ മറവിൽ ചന്ദന കള്ളക്കടത്ത് നടത്തിയ കോണിച്ചിറ കണ്ണനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഷീല ചെയ്യുന്ന ജോലിയുടെ തിരക്ക് കണ്ടാത്തോന്നും ഏതോ പ്രതിയെ ജയിലിൽ കയറ്റാനുള്ള തെളിവുകൾ എഴുതുകയാണെന്ന്. ഭർത്താവിന്റെ ഇൻഷുറൻസ് വാറങ്ങൾ ശുഷ്കാന്തിയോടെ പൂരിപ്പിക്കുകയാണെന്ന് നമുക്കല്ലേ അറിയൂ. ജീവിച്ചു പോട്ടെ സാറേ. സാറേ അറിഞ്ഞാ? പറയാതെ എങ്ങനെയാണോ അറിയുന്നത്? സർക്കാർ ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ പോകുന്നു. ഓ, അങ്ങനെ എത്രയോ വെബ്സൈറ്റ് ഇതിനു മുമ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ഇതിനിപ്പോ എന്താ ഇത്ര വലിയ പ്രാധാന്യം? ഇത് വായിച്ച സാറേ, ഫോർ ദ പീപ്പിൾ എന്നാ വെബ്സൈറ്റിന്റെ പേര്. ഇതൊരു സിനിമയുടെ പേരല്ലേ? കൈക്കൂലി അഴിമതിയൊക്കെ നടത്തുന്നവരെ 4 പിള്ളേര് ചേർന്ന് ആക്രമിക്കുന്നതല്ലേ കഥ? ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയായി ഇതും. അഴിമതി നടത്തുന്ന കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ പൂട്ടാൻ പുതിയ വെബ്സൈറ്റ് തുടങ്ങുമെന്ന് മന്ത്രി അറിയിച്ചു. ഫോർ ദ പീപ്പിൾ എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. ഉദ്യോഗസ്ഥർ അഴിമതി നടത്തുന്ന ദൃശ്യങ്ങൾ ഓഡിയോടൊപ്പം ഈ വെബ്സൈറ്റിലേക്ക് അയച്ചു തന്നാൽ അപ്പോ തന്നെ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും. തുടർന്നായിരിക്കും അന്വേഷണം. അത് കൊള്ളാലോ. അപ്പൊ നമ്മൾ ഇനി ഇൻഷുറൻസ് കാശ് വാങ്ങുമ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. നമ്മളല്ല മാഡം. പിന്നെ എനിക്കിതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അതെന്താ സാറേ? ഞാൻ സത്യത്തിലൂടെ അല്ലാതെ ഒരു കാശും സമ്പാദിക്കുന്നില്ലല്ലോ. എന്താണ് പുതിയ ന്യൂസ്? സാർ വായിച്ചില്ലേ ഫോർ ദ പീപ്പിൾ? ഇത് ഇന്നലെ TV കണ്ടായിരുന്നു. കൈക്കൂലിക്കാരെ കൊടുക്കാനുള്ള സർക്കാരിന്റെ പുതിയ പരിപാടിയല്ലേ? അതെ. സംഭവം നല്ലതാ. അല്ലെങ്കിൽ നമ്മളെന്തിനാ പേടിക്കുന്നത്? നമ്മള് തെറ്റൊന്നും ചെയ്യുന്നില്ല.
അല്ല ശീല സാറിനാ പേടി. ഇൻഷുറൻസിന്റെ കാശ് കയ്യിലോട്ട് മേടിക്കുമ്പോ പിടി വീഴുവെന്ന് അല്ലേ? അതെ, കാശൊക്കെ ഹസ്ബൻഡിനെ കൊണ്ട് വേണം വാങ്ങിപ്പിക്കാൻ. അങ്ങേര് സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ. എന്തിനാ തല്ലുന്നേ? സാറേ ഇവൻ ചില്ലറക്കാരനൊന്നുമല്ല, മഹാ തല്ലിപ്പൊളിയാ. എന്ത് തല്ലിപ്പൊളിത്തരവായും കാണിച്ചേ? സാറേ ഇവൻ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡായിട്ട് വന്നതാ. ആ അപ്പൊ ഇയാള് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറിന്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അതൊന്നുമല്ല, അവിടുത്തെ ഒരു പേഷ്യന്റിന്റെ ഭാര്യ കുടിക്കുന്നത് ഇവൻ ഒളിക്യാമറയിൽ എടുത്തതാ. നീ എടുത്ത ഫോട്ടോ ഇവിടെ കാണാം. എടോ ആലിക്കുട്ടി, അതൊക്കെ പരസ്യമായിട്ട് കാണുന്നത് ശരിയല്ല. അയ്യോ, ഇത് പരസ്യമായിട്ട് കാണാൻ വേണ്ടി അല്ല എടുത്തത്, തെളിവ് വേണ്ടേ അതിനാ. എടോ സനൂപേ, പരാതിക്കാരി എവിടെ? പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും കൂടിയാണ് പിടിച്ചത്. അവരപ്പൊ തന്നെ കളയും ചെയ്തു. ഡിലീറ്റ് ചെയ്തോ? അതുകൊണ്ട് ആ സ്ത്രീ പരാതി തന്നില്ല. അവന്മാർക്ക് ചെന്നാൽ ഇടിയും വെച്ചെടുത്തു. ഒരു കാര്യം ചെയ്യ്, അവനെ പിടിച്ച് ലോകമെടുത്ത് കുറെ ദിവസം അവന് മൊബൈൽ വാങ്ങി ഇവിടെ വെച്ചേര്. സാറേ മൊബൈലല്ല സാർ സംഭവം. ഈ ഒളിക്യാമറ വെച്ചാ നോക്കിയത്. ഒളിക്യാമറയാ? നോക്കട്ടെ. ഇവിടെ ഇത്രയും ചെറിയ പേനക്കകത്ത് ഒളിക്യാമറയോ? നോട്ടെ. നീയാള് കൊള്ളാലോടാ. എവിടെയാണ് നിനക്ക് ഈ ക്യാമറ കിട്ടിയത്? മൊബൈൽ ഷോപ്പിൽ നിന്ന് 1999 രൂപ കൊടുത്ത് വാങ്ങിയതാ സാറേ. നിനക്ക് എന്താണ് പണി? എഞ്ചിനീയർ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുവോ സാറേ? ആഹാ, കൊള്ളാലോ. അച്ഛനമ്മമാരുടെ കാശും മുടക്കിയിട്ട് കണ്ട വൃത്തികേടുകളൊക്കെ എടുക്കാൻ ഒളിക്യാമറയും കൊണ്ട് ഇറങ്ങിയിരിക്കുക അല്ലടാ. സാറേ, ഇങ്ങനെയുള്ള ക്യാമറ മാനുഫാക്ചർ ചെയ്യണമാരെ 1-ാം പ്രതിയാക്കി കേസെടുക്കണം. ഏയ്, ക്യാമറയ്ക്ക് ഒരു കുഴപ്പമില്ല. ഇതുപോലത്തെ ക്യാമറ വെച്ചിട്ട് മീഡിയാസ് ഒക്കെ പല അഴിമതിയും പുറത്തു കൊണ്ടുവന്നിട്ടില്ലേ? ഇവനെ പിടിച്ച് അതില് വന്നിട്ട് ഞാൻ ഡയറക്ഷൻ പഠിപ്പിച്ചു തരാം. ഒളിക്യാമറ ചുമ്മാ ഇത് കീശയിലാക്കിക്കൊണ്ട് പോയാൽ CI സാറിന്റെ കൈക്കൂലി ഇടപാട് പിടിച്ച് സർക്കാരിന്റെ ഫോർ ദ പീപ്പിൾ വെബ്സൈറ്റിൽ ഇടാം. ഇനി ഇത് വെച്ച് ഞാനൊരു കളി കളിക്കും. അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, ഇവിടെ ഇരിക്കട്ടെ. എന്തായി കഴിഞ്ഞു സാർ, എടോ, തന്റെ പാറമടയിൽ പാറ പൊട്ടിക്കുന്നതിനുള്ള ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കിയ വിവരം നാട്ടുകാരറിഞ്ഞിട്ടില്ല. നാട്ടുകാരറിഞ്ഞാൽ അവര് കൊടി പിടിക്കും. അവര് കൊടി പിടിച്ചാൽ താൻ വടി പിടിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ താൻ എന്ത് തീരുമാനിച്ചു? എന്താണ് സാർ ഒപ്പിടേണ്ടതാ? എന്റെ CI സാറേ, സാറിന്റെ സകല കൈക്കൂലിയും ഞാൻ ഈ ഒളി ക്യാമറയിലൂടെ പിടിക്കും, ശബ്ദരേഖയും പിടിക്കും. അതെ സാറേ, സാറിന് എത്ര കാശ് വേണമെങ്കിലും തരാം. ഒരാഴ്ച കൂടി എന്റെ പാറമടയൊന്ന് പ്രവർത്തിപ്പിച്ചു തരണം. താനെന്താണോ വിചാരിച്ചേ? ഞാൻ എന്നാ കൈക്കൂലിക്കാരനാണോ? ഞാനൊരു ചില്ലിക്കാശ് പോലും വാങ്ങത്തില്ല, അറിയാവോ? അയ്യോ സാറേ, ഞാൻ വിചാരിച്ചു സാർ കാശ് വാങ്ങിക്കുമെന്ന്. CI ഷിജു സാറിന് കൈമടക്ക് കൊടുത്താൽ സംഗതി പുല്ലുപോലെ നടക്കുമെന്നാ പൊതുജന സംസാരം. സാർ, ഞാനൊരു 2 ലക്ഷം രൂപ കരുതുകയും ചെയ്തായിരുന്നു. അയ്യോ, സാറ് കൈക്കൂലി വാങ്ങത്തേ ഇല്ല. അപ്പൊ സാറ് സത്യസന്ധനാണല്ലേ? അപ്പൊ ആൾക്കാരൊക്കെ ചുമ്മാ പറയുന്നതാണല്ലേ? പിന്നല്ലാതെ. എടോ, ഞങ്ങൾക്ക് ജീവിക്കാനുള്ള കാശ് സർക്കാർ ശമ്പളമായിട്ട് തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനു കൈക്കൂലി വാങ്ങിക്കണം? അല്ലേടോ? അല്ല, അതെ അതെ. ഇത്രയും നല്ല സാറാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. സാറ് സഹായിക്കാമെന്ന് സമ്മതിച്ചല്ലോ, വലിയ കാര്യം തന്നെ സാറേ. വരട്ടെ സാറേ. സാറേ, ഇവനെ പിടിച്ച് അകത്തിട്ടാലോ? സാറിനെ ചീത്തയാക്കാൻ വേണ്ടി ഓരോരുത്തന്മാരെ ഇറങ്ങിക്കോളും. ഇപ്പൊ വേണ്ട, ഇനി അയാൾ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. താൻ ചെല്ലേ സാർ. എടോ ആലുകുട്ടി, മൊത്തം കുളവായടോ. ആ പാറമടക്കാരൻ കുറച്ച് കാശുമായിട്ട് വന്നതായിരുന്നു. ആ സത്യസന്ധൻ ASA ഉണ്ടല്ലോ, ഇത് മൊത്തം കുളവാക്കി. ആ പൈസ വാങ്ങാൻ പറ്റിയില്ല. ഇനി എന്ത് ചെയ്യടോ? കുഴപ്പമില്ല സാറേ, നമുക്ക് വഴി ഉണ്ടാക്കാം. വെള്ളരിക്ക പിഞ്ചു വെള്ളരിക്ക എന്ന് ആലിക്കുട്ടി സാറേ, ഞാൻ പറഞ്ഞൊന്ന് പറയണ്ട, ഒരു രഹസ്യമുണ്ട്. എന്തുവാ? അന്ന് ആ പയ്യൻ ഒരു പെണ്ണിന്റെ ഫോട്ടോ എടുത്തു പറഞ്ഞ ഒളി ക്യാമറ ഉണ്ടല്ലോ, അതിപ്പോ ASI പപ്പൻ സാറിന്റെ കയ്യിലുണ്ട്. അത് വേണമല്ലോ, ആ കേസിന്റെ തൊണ്ടി മുതലല്ലേ അത്? എന്ത് കേസ്? ആ പയ്യൻ 2 ഇടി കൊടുത്ത് കേസിൽ നിന്ന് ഒഴിവാക്കിയില്ലേ, പിന്നെ എന്തിനു തൊണ്ടി? അത് ശരിയാണല്ലോ. എന്താ രണ്ടുപേരും ചേർന്നൊരു ഗൂഢാലോചന? അതെ ശീല സാറേ, അന്ന് ആ പയ്യൻ കൊണ്ടുവന്ന് ഒളി ക്യാമറ ഇല്ലേ, അതിപ്പോഴും ASI സാറിന്റെ കയ്യിലുണ്ടെന്ന്. അയ്യോ, അപ്പൊ അങ്ങേരെ അറിയാതെ അത് ബാത്റൂമിലും വെച്ച് കാണോ? ഏയ്, അങ്ങനൊന്നും വെക്കത്തില്ല. അങ്ങേരുടെ കയ്യിൽ അങ്ങനെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങേരത് ഒരേ ഒരു സ്ഥലത്തെ വെക്കും. അതെവിടെയാ? CI ഷിജു സാറിന്റെ മുറിയില്. അയ്യോ, CI സാറിനെ പൊക്കുക എന്നുള്ളതാണല്ലോ അങ്ങേരുടെ ലക്ഷ്യം. ഇതൊരു ബോംബാണല്ലോ.
ഇത് എത്രയും പെട്ടെന്ന് CI സാറിനെ അറിയിച്ചേ പറ്റൂ. ശീല സാറേ, ആഹാരം ഞാൻ എടുത്തു പോയി. ഇത് മേഡം തന്നെ കഴിച്ചോ. സാറേ സാറേ. അതെ, CI ഷിജു ആണ്. പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. സാറേ, ബോംബ് ബോംബ്. അയ്യോ, ബോംബോ? എവിടെ? അയ്യോ, ആ ബോംബല്ല. ഏത് ബോംബായാലും പൊട്ടിയാ പണി തീരും. ഓടിക്കോ. അയ്യോ, സാറേ, ആ ബോംബ് അല്ലെന്ന്. അയ്യോ, ബോംബ്. എന്റെ സാറേ, ഞാനൊരു ആലങ്കാരിക ഭാഷയിൽ ബോംബെന്ന് പറഞ്ഞപ്പോ സാറ് ചുമ്മാ പിള്ളേരെ പോലെ പേടിച്ചോടിയാലോ. ഒന്നുമില്ലെങ്കിൽ സാറൊരു CI അല്ലേ സാറേ? ബോംബിന് മുമ്പിൽ എന്തോന്ന് CI? DGP പോലും ബോംബിന് മുമ്പിൽ പുല്ലാണ്. താനെന്താണ് ഈ ആലങ്കാരികം എന്ന് പറഞ്ഞത്? എന്റെ സാറേ, ഞാൻ ബോംബ് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. സാറിനെ തകർക്കാനുള്ള ഒരു ബോംബ് എന്ന അർത്ഥത്തിലാ പറഞ്ഞത്. അതേത് ബോംബ്? എന്നെ തകർക്കാനുള്ള ബോംബ്? എന്റെ സാറേ, സാറ് കൈക്കൂലി വാങ്ങുന്ന വീഡിയോ സർക്കാരിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒരാൾ ഒളി ക്യാമറയുമായിട്ട് നടക്കുന്നെന്നാ പറഞ്ഞത്. അതാരാണത്? ആരായിരിക്കും? ആണോ? ഇപ്പൊ തന്നെ ഞാൻ അവനെ സസ്പെൻഡ് ചെയ്യണം. അല്ല സാറേ, ഈ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. നമുക്കൊന്നും അറിയാത്ത പോലെ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കണമെന്നാ പറഞ്ഞത്. അപ്പം നമുക്കിനി സ്റ്റേഷനിൽ നിന്ന് കൈക്കൂലി മേടിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് എല്ലാ പാർട്ടിയും വീട്ടിലോട്ട് വിളിച്ചു വരുത്താം. അപ്പൊ പ്രശ്നമില്ലല്ലോ. ഇല്ല. എന്തോന്ന് ബോംബ്? ബോംബ്. അതല്ല, വീട്ടിലാവുമ്പോ എന്തോന്ന് ബോംബ് എന്ന് ഉപമിച്ച് പറഞ്ഞതാണ്. സാർ ആലങ്കാരികമായിട്ട് പറഞ്ഞാണല്ലേ. ഇനി ആലങ്കാരികമായിട്ട് പറയണ്ട. ഞാനൊന്ന് ആലങ്കാരികമായിട്ട് പറഞ്ഞതാ. ഇപ്പൊ ആളൊഴിഞ്ഞ ഉത്സവ പറമ്പ് പോലെയായി ഈ സ്റ്റേഷൻ. എല്ലാരും എവിടെ പോയി? എല്ലാരും ഇനി പോരെ. ബോംബൊന്നും ഇല്ലായിരുന്നു. എല്ലാരും പോരെ. ദേ മനുഷ്യ, ചുമ്മാ കോളിംഗ് ബെൽ അടിച്ച് കളിച്ചോണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് കേറി വാ. അയ്യോ, നമസ്കാരം മാഡം. സാറായിരുന്നോ? ഞാൻ കരുതി. മാഡത്തിന്റെ ഡയലോഗ് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി CI ഷിജു സാറിനെയാ ഉദ്ദേശിച്ചെന്ന്. അത് സാരമില്ല മാഡം, ഇതൊക്കെ എല്ലാ വീട്ടിലും പതിവായിട്ടുള്ള കാര്യങ്ങളാ. സാറെന്താ പതിവില്ലാതെ? സാർ ഒരു ഫയൽ അർജന്റ് ആയിട്ട് ഒപ്പിടാനുണ്ട്. ഇനി നാളെ ഇട്ടാലും മതി. പക്ഷെ സാറ് നാളെ വരാൻ വൈകിയാലോ? അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇങ്ങ് കൊണ്ടുവന്നതാ. ഇതൊന്നും സാധാരണ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ലല്ലോ. ഇത് കോടതിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം മാഡം. ചിലപ്പോ നാളെ രാവിലെ സാറ് വരാൻ വൈകിയാലോ? അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇതിലൊരു പേനയുണ്ടല്ലോ. അത് സാറിന്റെ പേനയാ. ഇനിയിപ്പോ ഒപ്പിടാ സമയം ഒരുപക്ഷെ പേന കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ എടുത്തതിൽ വെച്ചതാ. നല്ല പേന. അല്ല, ഇതിന്റെ കയ്യിൽ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പേന ഞാൻ കണ്ടിട്ടില്ലല്ലോ. മാഡം, ചിലപ്പോ ഇത് പുതിയതായിരിക്കും. ഈ ഫയലിനോടൊപ്പം ഈ പേന ഇവിടെ ഇങ്ങനെ കുത്തിവെച്ചാ മതി. അല്ല, സാറ് പൊതുവെ ആൾക്കാരുമായിട്ട് ഈ ഹാളിൽ ഇരുന്നല്ലേ സംസാരിക്കാറ്? അതെ. എന്താ? അല്ല, ഇത് വില കൂടിയ പ്ലാറ്റിനം പേനയാ. സാർ ഇതുകൊണ്ടാണ് എഴുതുന്നതെന്ന് എല്ലാരും ഒന്ന് കാണട്ടെ. ഇതിവിടെ ഇങ്ങനെ വെച്ചാ മതി. അതാവുമ്പോ ഇവിടെ വരുന്നവർക്കെല്ലാം സാറിന്റെ ഈ വില കൂടിയ പ്ലാറ്റിനം പേന കാണാൻ പറ്റുമല്ലോ. വില കൂടിയ പ്ലാറ്റിനം പേനയോ? അങ്ങേരങ്ങനെ വില കൂടിയ പേനയൊന്നും വാങ്ങത്തില്ലല്ലോ. അത് മാഡം ചിലപ്പോ ആരെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തതായിരിക്കും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ മാഡം. ചായ കുടിച്ചിട്ട് പോ. ചായ ഇനി വരുമ്പോ കാപ്പി ആയിട്ടും കുടിക്കാം. ശരി. ഇത്തവണ CI സാറിന്റെ കൈക്കൂലി ESI പത്മകുമാർ ഒളി ക്യാമറയിൽ പിടിച്ചിരിക്കും. സത്യമാവും. സാർ സ്റ്റേഷനിൽ വെച്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ആകെ വിഷമിച്ചു പോയി സാറേ. സാർ എന്നെ കൈവിട്ടൂതാ ഞാൻ വിചാരിച്ചത്. സാറിനെ പോലെ ഒരു സത്യസന്ധ ഈ ലോകത്ത് വേറെ ഇല്ലെന്ന് വിചാരിച്ചാണോ അല്ലേ? വേണ്ട കേട്ടോ. അപ്പോ സാറ് പാറമടയുടെ കാര്യത്തിൽ തൽക്കാലം ഒന്ന് കണ്ണടച്ചേക്കണേ. അയ്യോ, ഞാൻ ഇനി ആ ഏരിയയിലേക്ക് നോക്കുന്നു പോലുമില്ല. പോരെ. അപ്പൊ ഇനി എന്തോ ചിന്തിക്കാൻ? ആ കാശ് ഐശ്വര്യമായിട്ട് സാറിന്റെ കയ്യിൽ വെച്ച് കൊടുത്താട്ടെ. ചായ കുടിക്കാം. പിന്നെ സ്റ്റേഷനിൽ നിന്ന് പപ്പ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് പപ്പൻ സാർ? SI പപ്പനോ? അതെ. അയ്യോ, അങ്ങേരെന്തിന് ഇങ്ങോട്ട് വന്നത്? ഇതെന്താ എല്ലാരും ഞെട്ടുന്നേ? അങ്ങേരെന്തോ അർജന്റായിട്ട് ഒപ്പിടാനുള്ള ഫയലും കൊണ്ടാ വന്നത്. എന്ത് ഫയല്? ഏതോ കോടതിയിലേക്കുള്ള ഫയലാന്നാ പറഞ്ഞത്. ഒപ്പിടാൻ വേണ്ടി വില കൂടി ഒരു പേനയും കൊണ്ടാ വന്നത്. എന്തോ പ്ലാറ്റിനോ മറ്റോ ദേ ഇരിക്കല്ലേ. ചതിച്ചല്ലോ. അയ്യോ, ഇത് അത് തന്നെ. ഏത്? ഒളി ക്യാമറ, പേനയുടെ രൂപത്തിലുള്ള. ഒളി ക്യാമറയോ? ചുമ്മാ മണ്ടത്തരം പറയല്ലേ. ഇത് ഇങ്ങനെ പേനയല്ലേ? എന്റെ പേനയോ? നിന്നോട് ആര് പറഞ്ഞു ഇത് ഇവിടെ കൊണ്ടുവെക്കാൻ? വീട്ടിൽ വരുന്ന ആൾക്കാർ കാണട്ടേന്ന് കരുതി ഇവിടെ തന്നെ വെക്കാൻ പപ്പ സാറ് പറഞ്ഞു. വില കൂടി പേനയല്ലേ? എടോ, അപ്പം നമ്മൾ ഈ ചെയ്തൊക്കെ ഈ ഒളി ക്യാമറ പിടിച്ചു കാണും അല്ലേ? പിടിച്ചു കാണും. എന്റെ ഈശോയെ, എടി നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു. എനിക്കറിയാവോ ഒരു പേന നിങ്ങൾ ഇത്രമാത്രം പേടിപ്പിക്കുമെന്ന്.
സാറേ ഇത് ഒളിക്യാമറ തന്നെയാ. നമ്മൾ ചെയ്തൊക്കെ ഇതിൽ പിടിച്ചു കാണും. സാറിന് കാശെങ്കിലും ഉണ്ട്. ഒരു കാര്യവും ചെയ്യാത്ത എന്നെ കൂടെ ഇതിനകത്ത് പിടിച്ചിട്ടല്ലോ. സാറേ എന്റെ പാറമട. തന്റെ പാറമട അടച്ചു പൂട്ടിക്കും ഞാൻ. ജനങ്ങളെ കൊണ്ട് ഞാൻ സമരം ചെയ്യിക്കും. താണ്ട് കിടക്കും തന്റെ കാശ് എടുത്തിട്ട് പോളൂ. സാറേ ഇപ്പോഴത്തെ എന്റെ പെർഫോമൻസ് പിടിച്ചോ ക്യാമറയിൽ? അല്ല സാറേ, ഞാൻ നേരത്തെ ക്യാമറ ഓഫ് ചെയ്ത്. ആകെ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? സാറേ ഈ ക്യാമറ ഞാനങ്ങ് വിഴുകിയാലോ? അല്ലെങ്കിൽ വേണ്ട, ഇതിനങ്ങ് തല്ലി പൊട്ടിച്ചാലോ സാറേ? ഒരു അമ്മിക്കല്ല എടുത്തോണ്ട് പോവാ. വേണ്ട. വേണ്ടേ? ഇത്രയും കാണിച്ച് നമ്മളെ കുരുക്കാൻ നോക്കിയ അവനെ നമ്മൾ കുരുക്കണം ഈ ക്യാമറ വെച്ച് തന്നെ. അത് കൊള്ളാം. പക്ഷെ എങ്ങനെയാ സാറേ? അതിനുള്ള കളിയാണിനി. സാറേ 2000 രൂപയുടെ ചില്ലറ ഉണ്ടോ സാറേ? ഇത്ര അത്യാവശ്യം. എന്റെ അമ്മ സുഖമില്ലാതെ ഹോസ്പിറ്റലാ സാറേ. അതിന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങാൻ വന്നതാ സാറേ. അതിന് പോലീസ് സ്റ്റേഷനിലാണോ ചില്ലറയ്ക്ക് വരുന്നത്? വേറെ എവിടെയെങ്കിലും പോയി ചോദിക്കേ. പോയേ. എല്ലായിടത്തും പോയി സാറേ. അയ്യോ പാവം കുട്ടിയല്ലേ സാറേ. സാറാണ് ഈ സ്ഥാനത്തേക്ക് എന്ത് ചെയ്യുമായിരുന്നു? ചില്ലറ ഇല്ലാതെ മരുന്ന് കിട്ടില്ല. മരുന്ന് കിട്ടാതെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ നമ്മൾ ചില്ലറയും കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എടോ ആലിക്കുട്ടി, ഇവിടെ ക്യാഷ് ബോക്സിൽ കുറച്ച് ചേഞ്ച് ഇരിപ്പുണ്ട്. അത് ഞാൻ ഇവന് കൊടുത്താൽ ഞാൻ പെട്ടുപോകൂലേ? പാവല്ലേ സാറേ. കൊടുക്കുന്നേ. ഇത് ഒറിജിനൽ ആണോടാ? ഫോട്ടോ കോപ്പി ഒന്നും അല്ലല്ലോ? അല്ല സാറേ, ഇത് സത്യമായിട്ട് ഒറിജിനലാ. ഇത് ആരോടും ചെന്ന് പറയണ്ട ഞാൻ ഈ ചേഞ്ച് തന്ന കാര്യം കേട്ടോ. ഇല്ല സാറേ. എന്താടോ ഇത് കാശ്? സാറേ ഈ പയ്യൻ ഇച്ചിരി ചേഞ്ച് ചെയ്യൂ. എന്റെ കൈക്കൂലി വാങ്ങിയ സാറേ. കൈക്കൂലിയോ? ആലിക്കുട്ടി എന്താ ഈ പയ്യൻ പറയുന്നത്? ശരിയാ സാറേ, കൈക്കൂലി വാങ്ങിച്ചു. ഈ പയ്യന്റെ വാങ്ങിച്ചതാ. ഇല്ല സാറേ. ദാണ്ട ഈ ക്യാമറയിൽ ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തു. മിസ്റ്റർ എസ് ഐ, ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. എന്നെ സാറേ സത്യമായിട്ട് ഞാൻ നിരപരാധിയാ സാറേ. മറ്റുള്ളവരെ വീഴ്ത്താൻ വേണ്ടി കുഴി പിടിക്കുമ്പോൾ അതിൽ താനും വീഴുമെന്ന് ഓർക്കണമായിരുന്നു. ഈ കാര്യം നമുക്ക് ഫോർ ദ പീപ്പിളിന് കൊടുക്കാം. എല്ലാം ഇതിലുണ്ടല്ലോ. ക്ഷമിക്കണം, എന്നെ രക്ഷിക്കണം.